നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അബുദാബിയുടെ പട്ടികയിൽ ഇന്ത്യയില്ല, ദുഃഖത്തോടെ പ്രവാസികൾ. ഗ്രീൻ പട്ടിക വീണ്ടും അബുദാബി പുതുക്കി. എന്നാൽ ഇത്തവണയും ആ പട്ടികയിൽ ഇന്ത്യയില്ല. ക്വാറന്റീനിൽ ഇളവ് നൽകുന്ന ഗ്രീൻ രാജ്യങ്ങളുടെ പട്ടിക പുതുക്കിയത് സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പാണ്. ഓസ്ട്രേലിയ, ഭൂട്ടാൻ, ബ്രൂണ, ചൈന, ഗ്രീൻലാൻഡ്, ഹോങ്കോങ്, ഐസ്ലൻഡ്, ഇസ്രായേൽ, മൗറീഷ്യസ്, മൊറാക്കോ, ന്യൂസിലൻഡ്, സൗദി അറേബ്യ, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ എന്നിവയാണ് പുതിയ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരെ അബുദാബിയിൽ ഇറങ്ങിയതിനു ശേഷമുള്ള നിർബന്ധിത ക്വാറന്റൈൻ നടപടികളിൽ നിന്ന് ഒഴിവാക്കും. പരിഷ്കരിച്ച ഏറ്റവും പുതിയ പട്ടികയിൽ ഒരു രാജ്യത്തെയും പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല. ഇസ്രായേൽ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഓരോ രാജ്യത്തെയും കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്തി 2 ആഴ്ചയിൽ ഒരിക്കലാണ് പട്ടികയിൽ മാറ്റം വരുത്തുന്നത്. നിർബന്ധിത ക്വാറന്റീനിൽ ഇളവ് ലഭിക്കുന്നതിനോടൊപ്പം യാത്രക്കാർക്ക് മുൻകൂട്ടി കോവിഡ് പരിശോധന നടത്തേണ്ട ആവശ്യവും വരുന്നില്ല. ഇവർക്ക് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പരിശോധന നടത്തിയാൽ മതിയെന്നും വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം വരുന്നതുവരെ സ്വയം നിരീക്ഷണത്തിൽ കഴിയണം. നെഗറ്റീവ് ആണെങ്കിൽ ക്വാറന്റീൻ വേണ്ട. ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അബുദാബിയിൽ ക്വാറന്റീൻ ഉണ്ട്. ഗ്രീൻ ലിസ്റ്റിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് visitabudabi.com എന്ന സൈറ്റ് സന്ദർശിക്കുക. കേരളത്തിൽ നിന്ന് അബുദാബിയിലേക്കുള്ള യാത്രയ്ക്ക് ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ഫെഡറൽ അതോറിറ്റി ഗ്രീൻ സിഗ്നൽ ലഭിക്കാതെ യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നവർ നിരവധിയാണ്. മടക്കയാത്രാ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുമ്പോഴും ഗ്രീൻ സിഗ്നൽ ലഭിച്ചവർക്കാണ് ഇമിഗ്രേഷൻ സമയത്ത് റെഡ് സിഗ്നൽ കാണിക്കുന്നതെന്നും പലർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. യാത്രയ്ക്കൊരുങ്ങുന്ന ഒരു കുടുംബത്തിലെ ഒരാൾക്ക് മാത്രം ഗ്രീൻ സിഗ്നൽ ലഭിക്കാത്തത് മൂലം എന്ത് ചെയ്യണമെന്നറിയാതെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ നിൽക്കേണ്ടി വന്നവരുമുണ്ട്. കോഴിക്കോട് സ്വദേശിനിയായ നന്ദിതയും ഭർത്താവും കുട്ടിയും വീട്ടിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് യാത്ര പുറപ്പെടും മുമ്പ് പരിശോധിച്ചപ്പോൾ ICA ഗ്രീൻ ആയിരുന്നു. എന്നാൽ വിമാനത്താവളത്തിലെ പരിശോധനാ സമയത്ത് ഭർത്താവിന് ഗ്രീൻ സിഗ്നൽ നഷ്ടമായി. UAE-യിലേക്കുള്ള മടങ്ങിവരവ് നീട്ടിയാൽ ജോലിയെ ബാധിക്കുമെന്നതിനാൽ യാത്ര ഉപേക്ഷിക്കാനും പറ്റാത്ത അവസ്ഥയായി. ഒടുവിൽ നന്ദിതയും കുട്ടിയും അബുദാബിയിലേക്ക് വരികയും ഭർത്താവ് മറ്റു വഴികളില്ലാത്തതിനാൽ 10,000 രൂപയോളം ചിലവഴിച്ച് ഷാർജ വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു വരികയുമായിരുന്നു. ഗ്രീൻ സിഗ്നൽ ഇല്ലാത്തതിനാൽ യാത്ര ഉപേക്ഷിച്ചവർ കൂടുതലായതിനാൽ അബുദാബി വിമാനത്താവളത്തിൽ 30 പേർ മാത്രമാണ് ഉണ്ടായതെന്നും നന്ദിത പറഞ്ഞു. നാട്ടിൽ നിന്നുള്ള മടങ്ങിവരവ് നീണ്ടു പോയേക്കുമെന്ന ആശങ്കയിൽ അവധിയെടുക്കാതെ UAE-യിൽ തന്നെ തുടരുന്നവരും ഒരുപാട് പേരുണ്ട്.